ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും CPM പുതിയ പുതിയ മുഖങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അതൊരു മറ്റു പാർട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, നല്ലത് തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസിനെ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പഴയവരാരും മാറുന്നില്ല, അവർ കട്ടിലൊഴിയുന്നില്ല. എണ്ണി എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും എന്ന് പൂന്താനം എഴുതിയത് കോൺഗ്രസിലെ കടൽക്കിഴവന്മാരെ കണ്ടിട്ടാണ് എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്, കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ CPM അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ കൊണ്ടുവരുന്നവരും നിലവിലുള്ള ചിലരും ഒക്കെ, നേരത്തെ മുൻകാലങ്ങളിൽ കൊണ്ടുവന്നവരും ഒക്കെ അവരുടെ പെർഫോമൻസ് ഏത് തരത്തിലാണ് എന്നുള്ളതും കൂടി പാർട്ടി വിലയിരുത്തണം. ജനദ്രോഹപരമായ നടപടികളിലൂടെ പോകുന്നവർ, ജനങ്ങൾക്ക് സ്വീകാര്യത ഇല്ലാത്ത തരത്തിലുള്ള നേതാക്കന്മാരെ എന്തുകൊണ്ട് ഇവർ പിൻവലിക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല? ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒരു മേയറെ കൊണ്ടുവന്നത്, ലോകത്തിലെ പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ്. ആ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മേയർ കഴിഞ്ഞ 5 വർഷമായിട്ട് തിരുവനന്തപുരത്ത് എന്താണ് കാഴ്ചവെച്ചത്? കുറെ പാവം പിടിച്ചവരുടെ ജോലി ഇല്ലാതാക്കി കൊടുത്തു. പിന്നെ പിൻവാതിൽ നിയമനത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ മേയറുടെ കാലത്ത് തന്നെ നടന്നു. നഗരസഭയിലേക്ക് ഒഴിവ് വന്ന ഇടങ്ങളിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് കത്തെഴുതുന്നു, സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൽ പരം ഈ പക്ഷപാതം കാണിക്കുന്നത് വേറെ എവിടെയുണ്ട്? അതുകൊണ്ട് CPM എപ്പോഴും വളരെ കരുതലോടുകൂടി പുതുമുഖങ്ങളെ കൊണ്ടുവരിക, അത് നല്ലത് തന്നെയായിരിക്കും. മുമ്പ് ചിലരെ ഇറക്കിയവർ നിയമസഭയിൽ ഉണ്ട്, മന്ത്രിമാരാണ്, അവരെ ഒന്നും തന്നെ ഇനി ഇറക്കാതിരിക്കുക, പുതുതായിട്ട് ചിലരെ കൊണ്ടുവരാതിരിക്കുക. ഒരു 6 വനിതകൾ കേരള നിയമസഭയിൽ വരാൻ പാടില്ല. ഇനി പറയുന്ന 6 വനിതകൾ, അതിലാദ്യത്തേതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് മൊത്തത്തിൽ പരാതിയേ ഉള്ളൂ. ഇനി എന്തായാലും നഗരസഭയിൽ മത്സരിക്കില്ല, മറിച്ച് 26 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒന്നുകിൽ നേമത്ത് കൊടുക്കും, 2 കഴക്കൂട്ടം. ഈ 2 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും. ഈ 2 മണ്ഡലങ്ങളും BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മണ്ഡലമാണ്. 16 BJPക്ക് കിട്ടിയ മണ്ഡലമാണ് നേമം. കഴക്കൂട്ടവും ഏറെ പ്രതീക്ഷയോടുകൂടി പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ്. ആര്യ രാജേന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ എതിർ ഭാഗത്തുള്ള മുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്ക് എന്തായാലും ജോലി കുറച്ച് എളുപ്പമാകും. നോമിനേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം. ആര്യ രാജേന്ദ്രൻ രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ തോൽവി ഉറപ്പാക്കിക്കോളും. നമുക്കറിയാം എന്തിൻ്റെയൊക്കെ പേരിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെ വളരെ പിന്നിലോട്ട് കൊണ്ടുപോവുക, ഇപ്പോഴും യാതൊരു തരത്തിലുള്ള വികസനവും ഇല്ലാതെ മുമ്പോട്ട് പോവുക, അതുപോലെ തന്നെ ഈ ഒരു KSRTC ജീവനക്കാരനെ ഡ്യൂട്ടിക്കിടെ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിടിച്ചിറക്കി അപമാനിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി വരെ കളയുക, ഇതൊക്കെ മേയറുടെയും മേയറുടെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവിൻ്റെയും വിനോദങ്ങളായിരുന്നു. മേയറിലൂടെ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നഷ്ടപ്പെട്ട MLA കൂടിയായി മാറി ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ്. അപ്പൊ മേയർ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു, CPMന്റെ 1 സീറ്റ് കൂടി കുറച്ചു കൊടുത്തു. അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ നിർത്തുക എന്നുള്ളതാണ് CPMന്റെ ഒരു ആലോചനയിലുള്ളതാണ്. കാരണം മേയറായിട്ട് നിന്ന് ജയിച്ചു, 5 കൊല്ലം ഭരിച്ചു, അതുകൊണ്ട് ഇനിയും നിയമസഭയിലേക്ക് ഇരിക്കട്ടെ എന്നുള്ളത്.
ഓൾ സയൻസ് കോളേജ് മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിളിച്ചുകൊണ്ടുവന്ന് മേയറാക്കിയത്. പിൻസീറ്റിലെ ഡ്രൈവർമാർ നിരവധി പേരുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് നമ്മുടെ യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷയായി ഇരുന്ന ഡോക്ടർ ചിന്തോ ജെറോം. ഡോക്ടറേറ്റ് ചേർത്ത് പറയണം, കാരണം ആ ഗവേഷണ പ്രബന്ധം വളരെ പേരുകേട്ടതാണ്. ചിന്തോ ജെറോം ഇതുപോലെ തന്നെ എന്തുമാത്രം ശമ്പളം എഴുതിയെടുത്തു. ശമ്പളം എന്ന് പറഞ്ഞാൽ മുൻകാല പ്രാബല്യത്തോടുകൂടി വളരെയധികം ശമ്പള വർധനവും നേടി അതെല്ലാം എഴുതിയെടുത്തു. വീട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി വീട് ഒഴിഞ്ഞിട്ട് കൊല്ലത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുമ്പോൾ അതിൻ്റെ വാടക എഴുതിയെടുക്കുന്നു. ചിന്തോ ജെറോമിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നോട്ടം. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോട്ടമിട്ട് നടന്നു. ഇപ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം അല്ലെങ്കിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യമാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. കാരണം കൊല്ലത്ത് പാർട്ടി ഇതുപോലെ പരീക്ഷിച്ച് 2 തവണയായിട്ട് CPM-ന്റെ അടിത്തറ മുഴുവൻ കുളം തോണ്ടിയ ഒരു നിയമസഭാ മണ്ഡലമാണ് കൊല്ലം. നമ്മുടെ മുകേഷ് എന്ന് പറയുന്ന പുങ്കവൻ കൊണ്ടുപോയി തൊലച്ചതാണ്. പാർട്ടിയുടെ വലിയ പരീക്ഷണമായിരുന്നു. ജനങ്ങൾക്കും ഗുണമില്ല, പാർട്ടിക്കും നേട്ടമില്ല, അങ്ങനെ ഒരു MLA. അപ്പോൾ മുകേഷ് മാറുകയാണെന്നുണ്ടെങ്കിൽ ചിന്തോ ജെറോമിനെ അവിടെ നിർത്താമെന്നുള്ള പരിപാടിയുമുണ്ട്. മുകേഷിനെ തന്നെ ജനം അവിടെ സഹിച്ചത് വല്ലാതാണ്. ഇനി ചിന്തോ ജെറോമിനെ കൂടെ സഹിക്കണമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ മുമ്പോട്ട് പോകും? മിക്കവാറും അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത പോലുമാണ് കാണുന്നത്. കാരണം 2021 മുകേഷിനെ തോൽപ്പിച്ച് ഓടിക്കണമെന്ന് വിചാരിച്ചതാണ്. കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പും കലഹവും കാരണം CPM ജയിച്ചു പോകും. അതാണ് സംഭവിച്ചത്. മൂന്നാമത് വരുന്നത് വീണ ജോർജാണ്. നമുക്കറിയാം, നിരന്തരമായിട്ട് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് പരാതി മാത്രമേ ഉള്ളൂ. ആരോഗ്യരംഗമാണ്. ആരോഗ്യരംഗം എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ അത് ബാധിക്കുന്ന കാര്യമാണ്. 2016 മികച്ച ആരോഗ്യരംഗമായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത് എന്ന് CPM കൊട്ടിഘോഷിച്ചപ്പോൾ 2021 കൊണ്ടുവന്ന് പിണറായി വിജയന്റെ ഇഷ്ട കഥാപാത്രമാണ് വീണ ജോർജ്. വീണ ജോർജിന് മന്ത്രിസ്ഥാനവും കൊടുത്ത് അങ്ങനെ പാർട്ടിക്കും വലിയ ദോഷമുണ്ടാക്കി കേരളം മുഴുവൻ എതിർപ്പുണ്ടാക്കിക്കൊണ്ട് പോകുന്ന വീണ ജോർജിനെതിരെ തന്നെ പാർട്ടിയിലും ആറുമുളയിൽ വലിയ പടയൊരുക്കമുണ്ട്. സീറ്റ് കൊടുക്കാൻ തന്നെ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കൊടുക്കും. കാരണം സഭയുടെ തന്നെ ആളാണ്. അപ്പോൾ ആ പരാജയം അത് ഉറപ്പാണ്. പിന്നീട് വരുന്നത് മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ വകുപ്പിലൂടെ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ താറുമാറായിട്ടുള്ളതാണ്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന ബിന്ദുവിനെ പരാജയപ്പെടുത്താനായിട്ട് തന്നെ ഇരിങ്ങാലക്കുട നിവാസികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ വീണ ജോർജും ബിന്ദുവും മന്ത്രിമാരാണ്. ഇനി അതുപോലെ തന്നെയാണ് PP ദിവ്യ. നമുക്കറിയാം, പത്തനംതിട്ടക്കാരനായ നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചത് ഏത് തരത്തിലാണെന്നുള്ളത്. PP ദിവ്യയുടെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുത്തുവാക്കുകൾ ഏറ്റ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയ ആളാണ് നവീൻ ബാബു. അതിലൂടെയാണ് PP ദിവ്യ കേരളം മുഴുവൻ പേരെടുത്തത്. PP ദിവ്യയ്ക്ക് പാർട്ടി കൊടുക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം കല്യാശ്ശേരി അല്ലെങ്കിൽ മട്ടന്നൂരിൽ നിന്നാണ്. ഈ രണ്ടിടത്ത് നിന്നും CPM-ലെ ആരെ നിർത്തിയാലും വിജയിക്കുന്നതാണ്. അങ്ങനെ PP ദിവ്യ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ LDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെയും കൊടുക്കാൻ തയ്യാറായിരിക്കും. പിന്നീട് വരുന്നത് പറവൂരിൽ 2021 മത്സരിച്ച KJ ഷൈനാണ്. ഷൈൻ നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങളിലും ഒക്കെ പെട്ടുനിന്നു. അതിലൂടെ ഈ KM ഷാജഹാനെ
എതിരെ വളരെ അപകീർത്തികരമായ കേസ് കൊടുത്ത് തന്നെ പലതരത്തിലും നഷ്ടപ്പെടുത്താൻ തൻ്റെ വീഡിയോയിലൂടെ ശ്രമിച്ചു എന്നുള്ള പേരിൽ KM ഷാജഹാനെതിരെ കേസ് കൊടുക്കുന്നു. ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ജാമ്യത്തിൽ നിൽക്കുന്ന ഷാജഹാനെതിരെയായിരുന്നു വലിയ പോരാട്ടം നടത്തിയ KJ ഷൈൻ. ഈ 6 വനിതകള് കേരള നിയമസഭയിൽ വരുന്നത് എന്തായാലും ദോഷമായിരിക്കും. യാതൊരു തരത്തില് 2 പേരെ കൊണ്ടും ഉള്ള അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞു. വീണ ജോർജും ബിന്ദുവും. ബാക്കിയുള്ള 4 പേരും എന്തായാലും കേരള നിയമസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാർട്ടി ശ്രമിക്കുന്നു. ഈ 6 വനിതകൾ വരാതിരിക്കുന്നതായിരിക്കും നിയമസഭയ്ക്കും കേരള രാഷ്ട്രീയത്തിനും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.